അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മലബാറിന്റെ പുണ്യമണ്ണിൽ ദീനീ ദഅവത്തിന്റെയും വിജ്ഞാനത്തിന്റെയും രംഗത്ത് ദീർഘകാലം നിലകൊണ്ടിരുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൗലവി റളിയല്ലാഹു അൻഹു അഥവാ നാമേവരും അറിയപ്പെടുന്ന മമ്പുറന്തങ്ങൾ മഹാനവർകൾ ഹിജറ വർഷം 1661, ക്രിസ്താബ്ദം 1753 അദ്ദേഹം യമനിലെ തെരീം എന്ന പുണ്യനാട്ടിൽ അദ്ദേഹം ജനിക്കുകയാണ്. മഹാനവറുകളുടെ പ്രായത്തിൽ തന്നെ അദ്ദേഹം വളരെയധികം വിജ്ഞാനം നേടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ 17-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കോഴിക്കോട്ടുള്ള അമ്മാവനായ ഷെയ്ഖും പണ്ഡിതനുമായ സയ്യിദ് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹം ധാരാളം ദീർഘവീക്ഷണം കഴിഞ്ഞതിന് ശേഷം മലബാറിലെത്തുകയാണ്. അങ്ങനെ മലബാറിലെ മമ്പുറത്ത് അദ്ദേഹം അവിടെ സ്ഥിര താമസമാക്കി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ഒരു പ്രദേശമല്ല, ഈ കേരളത്തിലെ തന്നെ ഒരു ദീനീ ചൈതന്യമായി അദ്ദേഹം മാറുകയാണ്. മമ്പുറത്തുള്ള ആ ചെറിയ പള്ളിയിൽ മഹാനവറുകൾ നടത്തിയിരുന്ന ദീനീ ദഅവിയായ കാര്യങ്ങൾ ചെറുതായിരുന്നില്ല. അത് കേവലം ഒരു പള്ളി മാത്രമായിരുന്നില്ല, മറിച്ച് ഫിഖ്ഹ്, തസവുഫ്, ഹദീസ്, തഫ്സീർ അങ്ങനെ വിവിധ മേഖലയുള്ള ഓരോ ദീനീ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വളരെ മഹത്തായ ദർസുമായിരുന്നു ആ പള്ളി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, സമൂഹത്തിൽ തികച്ചും അടിച്ചമർത്തപ്പെട്ടവരെയും ദുർബലരെയും കൈപിടിച്ചുയർത്തുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു മമ്പുറന്തങ്ങൾ. ജാതി മതഭേദമന്യേ എല്ലാ കൂട്ടരും മമ്പുറന്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. മഹാനവറുകളെ ഖുതുബുസ്സമാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ ആ ദുർബലമായ ആ മനസ്സും സമൂഹത്തിനുള്ള ആ മനുഷ്യരോടുള്ള ആ കാഴ്ചപ്പാടുമായിരുന്നു. സൈഫുൽ ബത്താർ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെയും ജന്മിത്ത വ്യവസ്ഥകളുടെയും അദ്ദേഹത്തെ അതിനെ മറികടന്നു പോകാനുള്ള ഓരോ കാര്യങ്ങൾ അതിൽ കൊടുത്തിരുന്നു. ഹിജറ 1264, ക്രിസ്താബ്ദം 1845 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജ ഏറ്റി പെരുമാറാകട്ടെ. മഹാനവറുകളുടെ മക്ബറ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള ആളുകളുടെ ഒരു ആശ്രയമായി മാറുന്നു. മമ്പുറന്തങ്ങൾ വെറൊരു വ്യക്തി മാത്രമായിരുന്നില്ല, മറിച്ച് ദീനിനും ദുനിയാവിനും വേണ്ടി വളരെയധികം പ്രയത്നമെടുത്തിരുന്ന, സമൂഹത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റി തന്നിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരുടെയും ഈ എളിയ പ്രയത്നം സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.